ഹായ്, എല്ലാവർക്കും മീഗോസ് ക്രാവിങ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ്. പഴം വെച്ചിട്ടാണ് ഈ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് 2 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതായത് ഏത്തമ്പഴം. അപ്പോൾ പഴം ഈ ഒരു രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു മിക്സിയുടെ ജാറിനകത്ത് പഴം ഇട്ടു. എന്നിട്ട് കൂടെ 2 സ്പൂണ് പഞ്ചസാര കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 ഏലക്ക കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് 1/2 കപ്പ് അരിപ്പൊടി എടുക്കണം. ആ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് തേങ്ങ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചേരുവ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കണം. കൈയൊന്ന് കഴിയതിന് ശേഷം കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇതിനെ നമുക്ക് ഓരോ ഉരുളകളാക്കാം. അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ പുരട്ടിയില്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതുപോലെ ഒരു വാഴയില അതിനകത്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഉരുളകളെല്ലാം ഈ വാഴയിലയുടെ പുറത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് നമുക്കിതിനെ ഒന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത്തപ്പഴവും അരിപ്പൊടിയും കൊണ്ടുള്ള വളരെ രുചികരമായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.